പാറമേക്കാവ് വേലകളോടനുബന്ധിച്ച് നടത്താനിരുന്ന വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണല്ലോ. കേന്ദ്ര സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് അനുമതി നിഷേധിച്ചത്. തൃശൂർ അഡീഷണൽ മജിസ്ട്രേറ്റാണ് ഉത്തരവിറക്കിയത്. പെസോ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാനാകില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ ഫയർ ഓഫീസർ, സിറ്റി പോലീസ് കമ്മീഷണർ, കോർപ്പറേഷൻ സെക്രട്ടറി തുടങ്ങിയവരുടെ റിപ്പോർട്ടുകളും നിർണായകമായി. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി. ഈ KP ഈ പെസോ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം, അതായത് ഈ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലവും വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനായി ഉദ്ദേശിക്കുന്ന ഈ മാഗസീനും തമ്മിൽ ചട്ടപ്രകാരം ഏതാണ്ട് 200 മീറ്റർ അകലം വേണം എന്നാണ് മാനദണ്ഡം. പക്ഷെ 78 മീറ്റർ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വില്ലനായി നിൽക്കുന്നത്. ഈ കാണികൾ നിൽക്കുന്ന സ്ഥലവും വെടിക്കെട്ട് നടത്തുന്ന സ്ഥലവും തമ്മിൽ 100 മീറ്റർ അകലമുള്ളതാണെന്നും ഇത്തരത്തിലുള്ള ചില ഭേദഗതികളുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ തൃശൂർ അഡീഷണൽ മജിസ്ട്രേറ്റ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വെടിക്കെട്ടിനുള്ള അനുമതി ഈ 2 ദിവസങ്ങൾക്കും നിഷേധിച്ചിട്ടുണ്ട്. ഈ പെസോ നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ ഇത്തരത്തിൽ പാലിക്കാനാവില്ല എന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല, ഈ കോർപ്പറേഷൻ സെക്രട്ടറിയുടെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും എല്ലാം റിപ്പോർട്ടുകളും ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിനെ കാരണമായിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. KP ശരി, ആനന്ദ് പുതൂരാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.